Dear students, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെട്രിക്സിന്റെ അഡിഷൻ, സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ എന്നിവയുടെ പ്രോപ്പർട്ടീസും ചെറിയ രീതിയിലുള്ള പ്രോബ്ലംസും ആണ് ചെയ്തത്. നമുക്കറിയാം മെട്രിക്സ് അഡിഷൻ, രണ്ട് മെട്രിക്സ് ആഡ് ചെയ്യണമെങ്കിൽ എന്താ വേണ്ടത്? അതിൻ്റെ ഓർഡർ സെയിം ആയിരിക്കണം. ആഡ് ചെയ്യുന്ന എങ്ങനെ? കറസ്പോണ്ടിങ് എലമെന്റ്സ് ആഡ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ആഡ് ചെയ്താൽ കിട്ടുന്ന മെട്രിക്സിന്റെ ഓർഡറും സെയിം തന്നെ ആയിരിക്കും. സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ, ഒരു സ്കേലാർ കൊണ്ട് ഒരു മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ എന്താ ചെയ്യുന്നത്? അതിന് എല്ലാ എലമെന്റും കൊണ്ടും ആ സ്കേലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഒറിജിനൽ മെട്രിക്സിന്റെ ഓർഡറിനായിരിക്കും ആ സ്കേലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന മെട്രിക്സിന്റെ ഓർഡറും. അതും പിന്നെ ഇക്വാലിറ്റിയുടെ കൺസെപ്റ്റ്, രണ്ട് മെട്രിക്സ് ഈക്വൽ ആവണമെങ്കിൽ ഓർഡർ സെയിം ആയിരിക്കണം, കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വൽ ആയിരിക്കണം. ഇതെല്ലാം ഉപയോഗിച്ചിട്ടുള്ള സിമ്പിളായ പ്രോബ്ലംസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. പൊതുവെ കുറച്ചുകൂടി സിമ്പിളായ ഒരു ക്ലാസ്സാണ് ഇന്ന്. NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ഡിഫറെൻ്റ് ആയ പ്രോബ്ലംസ് ആണ് ഇന്നത്തെ ക്ലാസ്സിലെ കൂടെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ NCERT ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസ് ആണ് ഇന്ന് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുന്നത്. അപ്പോൾ അതിൽ അഡീഷണൽ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ്റെ പ്രോബ്ലമാണ് ഇന്ന് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത്. നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. സിമ്പിളായ പ്രോബ്ലംസ് ആണ്. ഒന്ന് രണ്ട് പ്രോബ്ലം കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതാണ്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ട് ദ ഫോളോയിങ്. മെട്രിക്സ് A square plus B square, B square plus C square, A square plus C square, A square plus B square, plus matrix 2AB 2BC minus 2AC minus 2AB. ആഡ് ചെയ്യുക. സിമ്പിൾ ആണ്. രണ്ട് 2x2 മെട്രിക്സ് ആണ്. ആഡ് ചെയ്താൽ കിട്ടുന്നത് എന്തായിരിക്കും? ഒരു 2x2 മെട്രിക്സ് ആയിരിക്കും. സോ യുവർ ആൻസർ ഈസ് മെട്രിക്സ് കറസ്പോണ്ടിങ് എലമെന്റ്സ് ആഡ് ചെയ്യുമ്പോൾ വരും A square plus B square plus 2AB, then B square plus C square plus 2BC, then A square plus C square minus 2AC, A square plus B square minus 2AB. That equals what? A square plus B square plus 2AB same as A plus B whole square. B square plus C square plus 2BC same as B plus C whole square. Like that, this is A minus C whole square. A square plus C square minus 2AC. And this is A minus B whole square. Okay, simple ആയൊരു പ്രോബ്ലം ആണ്. വെറുതെ ഒരു ആൾജിബ്ര ഒന്ന് ശരിയാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സെക്കൻഡ് വൺ. കമ്പ്യൂട്ട് മെട്രിക്സ് കോസ് സ്ക്വയർ എക്സ് സൈൻ സ്ക്വയർ എക്സ് സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ് പ്ലസ് മെട്രിക്സ് സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ് സൈൻ സ്ക്വയർ എക്സ്. നോക്കാം, ഇത് രണ്ടും ഒരു 2x2 മെട്രിക്സ് ആണ്. അല്ല, രണ്ട് 2x2 മെട്രിക്സ് ആണ്. അപ്പം ഇത് ആഡ് ചെയ്താൽ കിട്ടുന്നത് എന്തായിരിക്കും? ഒരു 2x2 മെട്രിക്സ് ആയിരിക്കും. സോ യുവർ ആൻസർ ഈസ് മെട്രിക്സ് രണ്ടും ആഡ് ചെയ്യുമ്പോൾ കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ്, then sin square x plus cos square x, then sin square x plus cos square x, again cos square x plus sin square x. That is matrix cos square x plus sin square x is same as 1. That is same as what? Sin square x plus cos square x. Again 1, 1, 1. So your answer is matrix 1, 1, 1, 1. Okay. The third one, simplify cos theta into matrix cos theta sin theta minus sin theta cos theta plus sin theta into matrix sin theta minus cos theta sin theta. സിംപ്ലിഫൈ ചെയ്യാൻ ക്വസ്റ്റ്യൻ. സോ ഇത് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ആദ്യം ഫസ്റ്റ് മെട്രിക്സിൽ കോസ് തീറ്റേന ഈ മെട്രിക്സിന്റെ അകത്തുള്ള എല്ലാ എലമെന്റിനോടും മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ സൈൻ തീറ്റേന ഇതിന്റെ അകത്തുള്ള എല്ലാ എലമെന്റിനോടും മൾട്ടിപ്ലൈ ചെയ്യുക. അതിനുശേഷം ആഡ് ചെയ്യുക. സോ ദിസ് ബിക്കംസ് ആൻസർ. യുവർ ആൻസർ ഈസ് മെട്രിക്സ് ദിസ് ഈസ് കോസ് സ്ക്വയർ തീറ്റ, then cos theta sin theta, this is minus cos theta sin theta, then cos square theta, plus this is sin square theta, then minus sin theta cos theta, sin theta cos theta, then sin square theta. Okay, then add ചെയ്യുക. ഇത് രണ്ട് 2x2 മെട്രിക്സ് ആണ്. ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? വീണ്ടും ഒരു 2x2 മെട്രിക്സ്. that is matrix cos square theta plus sin square theta, then again cos theta sin theta plus minus sin theta cos theta, that is cos theta sin theta minus sin theta cos theta, again minus cos theta sin theta plus sin theta cos theta, then cos square theta plus sin square theta. We know cos square theta plus sin square theta equal to 1. So this is 1, and again this position is 1. This is cos theta sin theta minus sin theta cos theta, same അല്ല, plus minus 1 കട്ട് ചെയ്യും, 0. Again minus cos theta sin theta plus sin theta cos theta, again plus or minus, that is 0. Okay, then fourth question, if x into matrix 2 3 plus y into matrix minus 1 1 equal to matrix 10 5, find the values of x and y.
So your answer. Given x into matrix 2 3. ഈ മെട്രിക്സിന്റെ ഓർഡർ എത്ര? 2/1. 2 റോ ഒരു കോളം. പ്ലസ് y into matrix minus 1 1. Again 2/1. Equal to matrix what? 10 5. Again 2/1. Then simplification. നോക്കുക, സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താ കിട്ടും നോക്കുക. This is matrix. എക്സിനോട് ഈ മെട്രിക്സിനെ ഗുണിക്കാൻ പറഞ്ഞാൽ രണ്ട് എലമെന്റിനോട് ഗുണിക്കാം. മെട്രിക്സ് 2x 3x പ്ലസ് മെട്രിക്സ് മൈനസ് 5y ഈക്വൽ ടു മെട്രിക്സ് 10 5. ആഡ് ചെയ്യുമ്പോൾ മെട്രിക്സ് 2x പ്ലസ് മൈനസ് y 2x മൈനസ് y. ദെൻ 3x പ്ലസ് y ഈക്വൽ ടു മെട്രിക്സ് 10 5. എന്ത് ചെയ്യുക? ഈ രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെങ്കിലോ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വൽ. ഏതെല്ലാം കറസ്പോണ്ടിങ് എലമെന്റ്സ്? 2x മൈനസ് y ഈക്വൽ ടു 10, 3x പ്ലസ് y ഈക്വൽ ടു 5. സോൾവ് 1 and 2. രണ്ട് സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? സോൾവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സും വൈയും കണ്ടുപിടിക്കുക. സോ ഇവിടെ രണ്ടിന്റെ ഇവിടെ വൈന്റെ കോഎഫിഷ്യന്റ് -1 വൈന്റെ കോഎഫിഷ്യന്റ് +1. ഇത് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് കിട്ടും. സോ 1 + 2 5x ഈക്വൽ ടു 15. സോ x ഈക്വൽ ടു 15/5 3. Again substitute the value of x equal to 3 in what? Equation 2. 2 implies what? Y equal to 5 minus 3x. That is 5 minus 3 into 3. 5 minus 9 equal to what? -4. Okay. So your answer is x equal to 3 and y equal to -4. Then the next question is given 3 into matrix xy zw equal to matrix x6 -1 2w plus matrix 4x plus y z plus w3. Find the values of x, y, z and w. അപ്പോൾ നമുക്ക് തന്നത് given 3 into matrix xy zw equal to this തന്നിട്ടുണ്ട്. നേരത്തെ ചെയ്ത പോലെ ആദ്യം എന്ത് ചെയ്യുക? രണ്ട് സൈഡിലും ഒരേ ഓർഡറിൽ വരുന്ന മെട്രിക്സ് ആക്കാം. പിന്നെ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് ആൻസറിലേക്ക് എത്താം. സോ ഹിയർ LHS മെട്രിക്സ് 3x 3y 3z 3w ഈക്വൽ ടു ഹിയർ രണ്ട് 2/2 മെട്രിക്സ് ആണ്. ആഡ് ചെയ്യുമ്പോൾ 2/2 മെട്രിക്സ് കിട്ടും. മെട്രിക്സ് x plus 4 6 plus x plus y minus 1 plus z plus w 2w plus 3. സോ ഇത് രണ്ട് 2/2 മെട്രിക്സ് ആണ്. ഇക്വേറ്റ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഇത് കിട്ടിയില്ല. ഫ്രം ദിസ് corresponding elements 3x equal to x plus 4, then 3y equal to 6 plus x plus y, name it as equation 2, this is equation 1, and 3z equal to -1 plus z plus w, equation 3, and 3w equal to 2w plus 3, equation 4. So from 1 what 1 എന്ന് കിട്ടും 3x minus x equal to 4, that is 2x equal to 4, implies what? X equal to 4/2 equal to 2. Also from 4 we get what? 3w equal to 2w plus 3. So 3w minus 2w equal to 3. So w equal to 3. ഇത് സോൾവ് ചെയ്യുമ്പോൾ ഓർഡർ തന്നെ ചെയ്യണമെന്നില്ല. നമുക്ക് ആദ്യം വാല്യൂ കിട്ടുന്ന ആദ്യം കണ്ടുപിടിക്കുക, പിന്നെ ബാക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിച്ചാൽ മതി. ഇപ്പൊ x 2 കിട്ടി, w 3 കിട്ടി. ഓൾസോ ഫ്രം 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇത് w ന്റെ വാല്യൂ. സോ 3z minus z equal to -1 plus w 3 അല്ലേ. സോ 2z equal to 3 minus 1 2. 2z equal to 2. That implies what? z equal to 1. Also from 2 3y minus y equal to what? 6 plus x അല്ലേ 2. That is 2y equal to 6 plus x 2. So 2y equal to 8. That implies what? Y equal to 4. Okay. So x equal to 2, x equal to 2, y equal to 4 and z equal to 1, w equal to 3. അല്ലേ വാല്യൂ ആയല്ല. x equal to 2, y equal to 4, z equal to 1, w equal to 3. ഓക്കെ. അടുത്തത് ഒരു വേർഡ് പ്രോബ്ലം ആണ്. നമ്മളിപ്പം ചെയ്ത പ്രോബ്ലത്തിന് ഒരു വേർഡ് പ്രോബ്ലം, ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു പ്രോബ്ലം ആണ്. എന്നാലും ഒന്ന് ശ്രദ്ധിക്കുക. വേർഡ് പ്രോബ്ലം. 2 farmers Ramakrishnan and Gurjaran Singh cultivates only 3 varieties of rice, namely Basmati, Perumal and Naura. The sale bracketly in rupees of these varieties of rice by both the farmers in the month of September and October are given by the following matrices A and B. അതായത് രാമകൃഷ്ണൻ ഗുരുചരൺ സിംഗ് രണ്ട് ഫാർമേഴ്സ് 3 തരത്തിലുള്ള റൈസ് ആണ് ഉത്പാദിപ്പിക്കുന്നത്. ബസ്മതി, പെരുമാൾ, നൗറ. അവരെ സെപ്റ്റംബറിലും ഒക്ടോബറിലുള്ള സെയിൽസ് ആണ് തന്നിട്ടുള്ളത് റുപ്പീസിൽ. നോക്കോ, എ ഈക്വൽ ടു മെട്രിക്സ് 10,000 20,000 30,000 50,000 30,000 10,000 തന്നിട്ടുണ്ടായാലും രാമകൃഷ്ണന്റെ ആണ് ഈ ഫസ്റ്റ് റോ, ഗുരുജൻ സിംഗിന്റെ ആണ് സെക്കൻഡ് റോ. ഇത് സെപ്റ്റംബറിലെ സെയിലാണ്. ബി ഈക്വൽ ടു ഒക്ടോബർ സെയിലാണ് ബി. ഇതിൽ 5,000 10,000 6,000, ദെൻ 20,000 10,000 10,000. ഇത് ഗുരുചരൺ സിംഗിന്റെ. ഓക്കെ. അതായത് രണ്ട് ഫാർമേഴ്സിന്റെ
സെപ്റ്റംബറിൽ ഒക്ടോബറിൽ സെയിലാണ് തന്നിട്ടുള്ളത് 3 പ്രോഡക്റ്റ് ആണുള്ളത്. ഏത്? ബസുമതി, പെരുമാൾ, നൗറ. ഇങ്ങനെ 3 പ്രോഡക്റ്റിന്റെ ശ്രദ്ധിക്കുക. സെപ്റ്റംബറിൽ ഒക്ടോബറിൽ സെയിൽ 3 പ്രോഡക്റ്റിന്റെ. രാമകൃഷ്ണന്റെ സെപ്റ്റംബറിലെന്ന് പറഞ്ഞാൽ ഈ 1ാമത്തെ റോ, ഗുരുചരൺ സിംഗിന്റെ സെപ്റ്റംബറിലോ ഈ 2ാമത്തെ റോ, അങ്ങനെയാണ് എടുക്കണ്ടേ. ഇനി രാമകൃഷ്ണന്റെ ഒക്ടോബറിലെ സെയിലോ ഇത് ബി എന്ന് പറഞ്ഞ മെട്രിക്സിലെ 1ാമത്തെ റോ, ഗുരുചരൺ സിംഗിന്റെയോ ബി എന്ന് പറഞ്ഞ മെട്രിക്സിലെ 2ാമത്തെ റോ. നോക്കാം നമുക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ചോദ്യം: ഫൈൻഡ് ദ കമ്പൈൻഡ് സെയിൽസ് ഇൻ ഒക്ടോബർ സെപ്റ്റംബർ ആൻഡ് ഒക്ടോബർ ഫോർ ഈച്ച് ഫാർമർ ഇൻ ഈച്ച് വെറൈറ്റി. 2. ഫൈൻഡ് ദ ഡിക്രീസ് ഇൻ സെയിൽസ് ഫ്രം സെപ്റ്റംബർ ടു ഒക്ടോബർ. 3. ഇഫ് ബോത്ത് ഫാർമേഴ്സ് റിസീവ് 2% പ്രോഫിറ്റ് ഓൺ ഗ്രോസ് സെയിൽ, കമ്പ്യൂട്ട് ദ പ്രോഫിറ്റ് ഫോർ ഈച്ച് ഫാർമർ ആൻഡ് ഫോർ ഈച്ച് വെറൈറ്റി സോൾഡ് ഇൻ ഒക്ടോബർ. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ കമ്പൈൻഡ് സെയിൽസ് ഇൻ സെപ്റ്റംബർ ആൻഡ് ഒക്ടോബർ. കമ്പൈൻഡ് സെയിൽസ് ഇൻ സെപ്റ്റംബർ ഒക്ടോബർ എന്ന് പറഞ്ഞാൽ കമ്പൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ 2 ആഡ് ചെയ്യുക. അപ്പൊ അഡീഷൻ. അപ്പൊ സെയിൽസ് ഇൻ സെപ്റ്റംബർ ആണ് മെട്രിക്സ് എ, സെയിൽസ് ഇൻ ഒക്ടോബർ ആണ് മെട്രിക്സ് ബി. സോ എന്ത് ചെയ്താൽ മതി? എ പ്ലസ് ബി. സോ യുവർ ആൻസർ കമ്പൈൻഡ് സെയിൽസ് ഇൻ സെപ്റ്റംബർ ആൻഡ് ഒക്ടോബർ ഫോർ ഈച്ച് ഫാർമർ ഇൻ ഈച്ച് വെറൈറ്റി ഈസ് ഗിവൺ ബൈ എ പ്ലസ് ബി. ദാറ്റ് ഈസ് ഈക്വൽ ടു എയും ബി ആഡ് ചെയ്യുക, 2 മെട്രിക്സ് ആഡ് ചെയ്യുക. ഞാനിവിടെ 2 മെട്രിക്സ് എടുത്ത് എഴുതിയിട്ട് അതിന്റെ സ്ഥലം തികയാത്തതുകൊണ്ട് അത് 2 ആഡ് ചെയ്യുക. കറസ്പോണ്ടിങ് എലമെന്റ്സ് ആഡ് ചെയ്യുക. അപ്പൊ 15,000, 15,000, 30,000, 36,000, 70,000, 40,000, 20,000. ഇത് രാമകൃഷ്ണന്റെ 1ാമത്തെ റോ, ഗുരുചരൺ സിംഗിന്റെ 2ാമത്തെ റോ. ഓക്കെ. രണ്ടാമത്തത് ഫൈൻഡ് ഡിക്രീസ് ഇൻ സെയിൽസ് ഫ്രം സെപ്റ്റംബർ ടു ഒക്ടോബർ. ഇതെന്താണ്? ഡിക്രീസ് ഇൻ സെയിൽസ് ഫ്രം സെപ്റ്റംബർ ടു ഒക്ടോബർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സെപ്റ്റംബറിൽ നിന്ന് ഒക്ടോബറിലേക്ക് വരുമ്പോൾ സെയിൽ എത്ര കുറഞ്ഞത് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? സെപ്റ്റംബറിൽ നിന്ന് ഒക്ടോബറിലേക്ക് കുറക്കും എന്ന് പറഞ്ഞാൽ ഇത് കാണാം, എ മൈനസ് ബി കാണാം. ഓക്കെ. എങ്ങനെയാണ് സെയിൽസ് എത്ര കുറഞ്ഞു? സെപ്റ്റംബറിൽ നിന്ന് ഒക്ടോബറിലേക്ക് വരുമ്പോൾ എത്ര കുറഞ്ഞു പറയുമെങ്കിലോ എന്ന് ബി കുറച്ചാൽ മതി. ഓക്കെ, അത് കുറക്കാം. പിന്നെയോ ഇഫ് ബോത്ത് ഫാർമർ റിസീവ് 2% പ്രോഫിറ്റ് ഓൺ ഗ്രോസ് സെയിൽ, കമ്പ്യൂട്ട് ദ പ്രോഫിറ്റ് ഫോർ ഈച്ച് ഫാർമർ ആൻഡ് ഫോർ ഈച്ച് വെറൈറ്റി സോൾഡ് ഇൻ ഒക്ടോബർ. അത് അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പൊ രണ്ടാമത്തെ എന്ന് ബി കുറക്കാം. മൂന്നാമത്തേതോ 2% പ്രോഫിറ്റ് പിന്നെ ഓരോ ഫാർമർക്കും കിട്ടുമെങ്കിൽ ഈച്ച് വെറൈറ്റി ഒക്ടോബറിൽ ഓരോ വെറൈറ്റിക്കും എത്ര പ്രോഫിറ്റ് ആണ് കിട്ടല്? മനസ്സിലായില്ല? ഒക്ടോബറിൽ ഓരോ വെറൈറ്റിക്ക് 2% പ്രോഫിറ്റ് കിട്ടുമെങ്കിൽ ഓരോ വെറൈറ്റിക്ക് എന്ത് പ്രോഫിറ്റ് കിട്ടുന്നതാണ് ചോദിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഒന്നാമത്തെ ഉത്തരം കണ്ടു, കമ്പൈൻ സെയിൽ കണ്ടു. അപ്പൊ രണ്ടാമത്തെ നോക്കാം. രണ്ടാമത്തെ ഡിക്രീസ് ഇൻ സെയിൽസ് ഫ്രം സെപ്റ്റംബർ ടു ഒക്ടോബർ എന്ന് പറയുമ്പോൾ നോക്ക് എ മൈനസ് ബി. എന്ന് ബി കുറച്ചു. എന്ന് ബി കുറക്കുമ്പോൾ 5,000, 10,000, 24,000, 30,000, 20,000, 0. മനസ്സിലായില്ലേ? അതായത് സെപ്റ്റംബറിൽ നിന്ന് ഒക്ടോബറിലേക്ക് വരുമ്പോൾ അത്ര സെയിൽസ് കുറഞ്ഞു എന്നാണ്. ഇത്തിരി സെയിൽസ് കുറഞ്ഞിട്ടുള്ളത്. അത് എന്ന് ബി കുറച്ചാൽ മതി. സിമ്പിൾ ആണ്, കുറക്കാൻ നിങ്ങൾക്ക് അറിയാം. കണ്ടു. അടുത്തത് 2% ഓഫ് ബി. പ്രോഫിറ്റ് പറഞ്ഞാൽ ഒക്ടോബറിൽ 2% പ്രോഫിറ്റ് കിട്ടുമെങ്കിൽ ഓരോന്നിനും എത്ര പ്രോഫിറ്റാണ് കിട്ടുന്നത്, ഓരോ ഐറ്റത്തിന് എത്ര പ്രോഫിറ്റ് കിട്ടുന്നത് ചോദിച്ചിന്. അപ്പൊ ബി ആണ് ഒക്ടോബറിലെ സെയിൽ. അപ്പൊ അതിന്റെ പ്രോഫിറ്റ് എത്ര? അതിന്റെ 2%. ഇപ്പൊ 2% ഓഫ് ബി എന്ന് പറഞ്ഞാൽ എത്ര? 2/100 ഇൻറ്റു ബി ഈക്വൽ എത്ര? 0.02 ഇൻറ്റു ബി. ദാറ്റ് ഈസ് 2/100 എന്ന് പറഞ്ഞാൽ 0.02. ദാറ്റ് ഈസ് 0.02 ഇൻറ്റു ബി. ബി എന്ന് പറഞ്ഞാൽ ഇത് ഒക്ടോബറിലെ സെയിൽ 5,000, 10,000, 6,000, 20,000, 10,000, 10,000. ഇത് രാമകൃഷ്ണന്റെ, ഇത് ഗുരുചരൺ സിംഗിന്റെ. സോ ദിസ് ഈസ് ഈക്വൽ ടു കിട്ടി മെട്രിക്സ് 100 അല്ലെ? 0.02 ഇൻറ്റു 5,000 ബൈ 0.02. ദാറ്റ് ഈസ് സെയിം ആസ് വാട്ട്? 100. Then 0.02 into 5,000. Then 0.02 into 10,000. 200. Then this is 120. Then 0.02 into 20,000, 400. 0.02 into 10,000, 200. 0.02 into 10,000, 200. ഓക്കെ. അപ്പൊ ഇന്ന് കിട്ടിയ എന്താണ്? രാമകൃഷ്ണന് ഒക്ടോബറിൽ പിന്നെ കിട്ടിയ പ്രോഫിറ്റ് എത്ര? ബസുമതിക്ക് 100 റുപ്പീസ് കിട്ടി, പെരുമാളിന് 200 റുപ്പീസ്, നോറക്ക് 120 റുപ്പീസ്. ആൻഡ് ഗുരുചരൺ സിംഗ് get a profit of 400 for basmati, 200 for പെരുമാൾ ആൻഡ് 200 for നൗറ. ഓക്കെ. ഇതാണ് നമുക്ക് കിട്ടിയ പെർസെന്റേജ്. ഓരോന്നിനും കിട്ടിയ പ്രോഫിറ്റ് ഇത്രയാണ്. ഇത്തിരി മനസ്സിലായല്ലോ? ഒന്നാമത്തെ റോ രാമകൃഷ്ണന് കിട്ടിയ പ്രോഫിറ്റ്, ഒക്ടോബറിൽ കിട്ടിയ പ്രോഫിറ്റ്. ആൻഡ് രണ്ടാമത്തെ റോ ഗുരുചരൺ സിംഗിന് കിട്ടിയ പ്രോഫിറ്റ്. ഓക്കെ. അടുത്തത് ഇഫ് എ ഈക്വൽ ടു മെട്രിക്സ് 1, 2, -3, 5, 0, 2, 1, -1, 1. ബി ഈക്വൽ ടു മെട്രിക്സ് 3, -1, 2, 4, 2, 5, 2, 0, 3. And C equal to matrix 4, 1, 2, 0, 3, 2, 1, -2, 3. Then compute A plus B and B minus C. Also verify that A plus B minus C equal to A plus B minus C. So your answer is first find A plus B. A plus B equal to matrix 2 add ചെയ്യുക. പറയേണ്ട കാര്യമില്ല. ഈ 2 മെട്രിക്സ് ആഡ് ചെയ്യണമെങ്കിലോ 3/3 മെട്രിക്സ് ആണ്. ഇത് ആഡ് ചെയ്താൽ കിട്ടുന്നത് എന്ത് തന്നെയായിരിക്കും? ഒരു 3/3 മെട്രിക്സ് ആണ്. എങ്ങനെ ആഡ് ചെയ്യുക? കറസ്പോണ്ടിങ് എലമെന്റ്സ് ആഡ് ചെയ്താൽ മതി. സോ യുവർ ആൻസർ ഈസ് 1 + 3 4, then 2 + -1 1, -3 + 2 -1, 5 + 4 9,
0 plus 2 2, 2 plus 5 7, 1 plus 2 3, minus 1 plus 0 minus 1, 1 plus 3 4. And then b minus c. B minus c. This is b, this is c. B minus c. And 3 by 3 matrix ആണ്. Subtract ചെയ്താൽ 3 by 3 matrix കിട്ടും. 3 minus 4 minus 1, minus 1 minus 1 minus 2, 2 minus 2 0, 4 minus 0 4, 2 minus 3 minus 1. അങ്ങനെ എല്ലാം കിട്ടുമ്പോൾ വീണ്ടും ഒരു 3 by 3 matrix കിട്ടി. എന്താ വെരിഫൈ ചെയ്യേണ്ടത്? a plus b minus c equal to a plus b minus c. For that, a plus b minus c equal to, first we write a, that is matrix, the given. 1 2 minus 3 5 0 2 1 minus 1 1 plus b minus c. B minus c, we find b minus c like that. Matrix minus 1 minus 2 0, 4 minus 1 3 1 2 0. Add ചെയ്യാം. മനസ്സിലായല്ലോ? a plus b minus c എന്ന് പറഞ്ഞാൽ ആദ്യം b minus c നമ്മൾ കണ്ടിട്ടുണ്ട്. a പറയാം. അപ്പോൾ a plus b minus c കണ്ടു. So matrix 0 0 minus 3 9 minus 1 5 2 1 1. Name it as equation 1. Also find a plus b minus c. That is we also find a plus b like this. Matrix 4 1 minus 1 9 2 7 3 minus 1 4 minus c. C is this matrix 4 1 2 0 3 2 1 minus 2 3 equal to matrix subtracting by 4 minus 4 0 1 minus 1 0 minus 1 minus 2 minus 3 9 minus 0 0 2 minus 3 minus 1 like that. So equation 2 എന്ത് പറയാ? From 1 and 2 എന്ത് പറയാം നമുക്ക്? a plus b minus c equal to a plus b minus c. മനസ്സിലായാലും സിമ്പിൾ ആയൊരു ആപ്ലിക്കേഷൻ ആണ്. 3 by 3 വരുന്നൊരു ആപ്ലിക്കേഷൻ ആണ്. അതുകൊണ്ട് ചെയ്തതേ ഉള്ളൂ. ഓക്കെ, ഇത് കഴിഞ്ഞ ക്ലാസ് ചെയ്ത പോലെ ഈ രണ്ട് അസൈൻമെന്റും എല്ലാവരും എഴുതി എടുക്കുക. എന്നിട്ട് അസൈൻമെന്റ് ചെയ്യുക. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. a equal to matrix 2 4 3 2, b equal to matrix 1 3 minus 2 5, c equal to matrix minus 2 5 3 4. Find first one a plus b, second a minus b, third 3a minus c. And second question is a equal to matrix 2 by 3 1 5 by 3, 1 by 3 2 by 3 4 by 3, 7 by 3 2 2 by 3. And b equal to matrix 2 by 5 3 by 5 1, 1 by 5 2 by 5 4 by 5, 7 by 5 6 by 5 2 by 5. Compute 3a minus 5b. ഓക്കെ, രണ്ട് ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. രണ്ട് ക്വസ്റ്റ്യൻ എഴുതിയെടുത്തിട്ട് ഒന്ന് ചെയ്യുക. സിമ്പിളായ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഈ ഭാഗത്തെ സിമ്പിളായ പ്രോബ്ലംസ് തീർന്നിരിക്കുകയാണ്. അപ്പോൾ അസൈൻമെന്റ്സ് ഈ ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതിയെടുക്കുക. എല്ലാവരും എല്ലാം ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മളെ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ മെട്രിക്സിന്റെ എന്തൊക്കെ ചെയ്ത് അഡിഷന്റെയും സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷന്റെയും പ്രോബ്ലം ചെയ്തത് പൊതുവെ സിമ്പിളായ പ്രോബ്ലമാണ്. ചില കുട്ടികൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലമാണ്. എന്നാലും മാത്സിൽ ആൽജിബ്രയിൽ വീക്കായ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഇന്നത്തെ ക്ലാസ് എടുത്തിട്ടുള്ളത്, വിശദമായിട്ട് തന്നെ എടുത്തിട്ടുള്ളത്. അടുത്ത ക്ലാസ്സാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. ആ ക്ലാസ് എല്ലാവരും വളരെ ശ്രദ്ധിച്ചിട്ട് അങ്ങോട്ട് ചെയ്യേണ്ടതാണ്. ഈ പാഠത്തിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത് തന്നെ അടുത്ത ക്ലാസ്സിൽ വരുന്ന മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ അടുത്ത ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം. അപ്പം എല്ലാവരും ക്ലാസ്സെല്ലാം കൃത്യമായി കണ്ട് നന്നായിട്ട് പഠിക്കുക. ഓക്കെ.